കിച്ചീസ് കിച്ചണിലേക്ക് എല്ലാവർക്കും സ്വാഗതം. നമുക്കിവിടെ നല്ലൊരു ടേസ്റ്റി ആയിട്ടുള്ള ഉപ്പുമാവ് ഉണ്ടാക്കാം. ഈ വീഡിയോ കാണുന്നവർ ദയവായി എനിക്ക് ലൈക്ക് സബ്സ്ക്രൈബും തരിക. ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് നമുക്കതിലേക്ക് ഇപ്പോൾ കാണിച്ച ഒരു ബൗൾ റവ ഇടാം. റവയും തേങ്ങയും വെള്ളവും ഈ ബൗളിന് ഒരു ബൗളാണ് ഞാൻ എടുത്തിട്ടുള്ളത്. വറുത്ത റവയാണ്. നമ്മൾ ഒരിക്കൽ കൂടെ നന്നായി വറുത്ത് മൂപ്പിച്ചെടുക്കണം. മൂപ്പിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. വേറൊരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിക്കാം. എണ്ണ നന്നായി ചൂടായി വരുമ്പോൾ കടുകിടാം. കടുക് നന്നായി പൊട്ടി വരുമ്പോൾ കറി ലീഫ് ഇടാം. ഇനി ഇതിലേക്ക് ചെറുതായി അരിഞ്ഞു വെച്ചിരിക്കുന്ന ക്യാരറ്റ്, സവാള, ഇഞ്ചി എന്നിവയും ആഡ് ചെയ്ത് നല്ലതുപോലെ വഴറ്റിയതിന് ശേഷം നമുക്കിതിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പ് ആഡ് ചെയ്യാം. ഉപ്പും ആഡ് ചെയ്ത് നല്ലതുപോലെ വഴറ്റാം. സവാളയും ക്യാരറ്റൊന്നും നന്നായി വെന്ത് വരണം എന്നൊന്നുമില്ല. നന്നായി ഒന്ന് വഴറ്റിയതിന് ശേഷം ഒരു ബൗൾ വെള്ളം ചേർക്കാം. വെള്ളവും ചേർത്തിട്ട് നമുക്ക് വീണ്ടും നന്നായി ഒന്ന് ഇളക്കിയതിന് ശേഷം ഇതിൻ്റെ ഉപ്പ് നോക്കണം. കാരണം റവ ഇട്ടതിന് ശേഷം ഉപ്പിട്ട് കഴിഞ്ഞാൽ എല്ലായിടത്തും പിടിക്കുകയില്ല. അതുകൊണ്ട് നമ്മൾ ഉപ്പുമാവ് കിണ്ടുമ്പോൾ എപ്പോഴും വെള്ളത്തിൽ തന്നെ ഉപ്പിടണം. ഉപ്പുണ്ട് എങ്കിലും റവ ഇടുമ്പോൾ കുറയും. അതുകൊണ്ട് ഞാൻ കുറച്ചുകൂടെ ഉപ്പ് ആഡ് ചെയ്ത് ജസ്റ്റ് ഒന്ന് വഴറ്റിയതിന് ശേഷം അടച്ചു വയ്ക്കുന്നുണ്ട്. അല്പം കഴിഞ്ഞ് തുറന്ന് നോക്കിയപ്പോൾ വെള്ളം നല്ലതുപോലെ തിളച്ച് ക്യാരറ്റും സവാളയെല്ലാം വെന്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് വറുത്ത് വെച്ചിരിക്കുന്ന റവ കുറേശ്ശെ ഇട്ട് കൊടുത്താൽ മതി. കുറേശ്ശെ ഇട്ട് കൊടുത്ത് നന്നായി ഇളക്കി ഇതിൻ്റെ വെള്ളമെല്ലാം വറ്റിച്ച് നല്ലതുപോലെ തൊറാന്നാക്കിയെടുക്കണം. ഇവിടെ ഞാൻ എല്ലാ റവയും ഇട്ട് നന്നായി ഒന്ന് ഇളക്കിയിട്ടുണ്ട്. ഇനി ഇത് തൊറായി വരണമെങ്കിൽ ഇതിലേക്ക് എടുത്തു വെച്ചിരുന്ന തേങ്ങയും കൂടെ ആഡ് ചെയ്യണം. ഞാൻ ഇവിടെ ഒരു ബൗൾ തേങ്ങ എടുത്തിട്ടുണ്ട്. ആ തേങ്ങയും ഇതിലേക്ക് ആഡ് ചെയ്ത് നന്നായി ഒന്ന് ഇളക്കുക. തേങ്ങയും കൂടെ ഇട്ട് ഇളക്കുമ്പോൾ തന്നെ ഉപ്പുമാവ് നല്ല തൊറാന്നായിട്ട് വരും. അടിയിലൊന്ന് പിടിക്കുന്നുണ്ട്. അതൊന്ന് സ്പൂൺ വെച്ച് നല്ലതുപോലെ അടി ഇളക്കി അങ്ങ് എടുക്കുമ്പോഴത്തേക്ക് അത് നല്ല ക്ലിയറായി വന്നോളും. ചട്ടിയിലൊന്നും അടിയിൽ പിടിക്കാതെ നല്ല സൂപ്പറായിട്ട് വന്നോളും. ഇവിടെ ഉപ്പുമാവ് നല്ല തൊറാന്ന് അടിപൊളിയാന്ന് വന്നിട്ടുണ്ട്. സൂപ്പറാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുക. ഞാൻ പറഞ്ഞ അളവിൽ തന്നെ റവയും വെള്ളവും തേങ്ങയും എടുക്കാൻ നോക്കണം. ഉപ്പുമാവിൽ തേങ്ങ ഒത്തിരി ഇടുമ്പോഴാണ് ടേസ്റ്റ് കൂടുതൽ. എല്ലാവരും ഉണ്ടാക്കി നോക്കി അഭിപ്രായങ്ങൾ കമൻറ്റായി അറിയിക്കുക. എൻ്റെ വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് ഇഷ്ടമാവുന്നുണ്ടെന്ന് കരുതുന്നു. ഈ സപ്പോർട്ട് ഇനിയും എനിക്ക് മുന്നോട്ട് തരണം. എൻ്റെ വീഡിയോ കാണുന്നവർ ദയവായി ലൈക്ക് സബ്സ്ക്രൈബും ചെയ്ത് കാണണമെന്ന് അപേക്ഷിക്കുന്നു. ഇതുവരെയും എന്നെ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും നന്ദി പറഞ്ഞുകൊണ്ട് വീഡിയോ നിർത്തുന്നു. താങ്ക് യു.